നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇത്തവണത്തെ ഈ ലോക ഫുട്ബോൾ മത്സരം അത് ഇതിഹാസങ്ങളുടെ വിടവാങ്ങൽ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയമാകുമെന്നാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള മുഹമ്മദ് റാഫിയുടെ പ്രതികരണം. ഭൗതിക സാഹചര്യങ്ങളും പരിശീലന സൗകര്യവും ഒരുക്കിയാൽ ഭാവിയിൽ ഇന്ത്യയും ലോകകപ്പ് കളിക്കുമെന്നാണ് റാഫി പറയുന്നത്. ഫുട്ബോളിലൂടെ തൃക്കരിപ്പൂരിൻ്റെ പേര് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ആളാണ് മുഹമ്മദ് റാഫി. നമ്മോടൊപ്പം മുഹമ്മദ് റാഫി തന്നെ ചേരുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ ഫുട്ബോളിൻ്റെ ഒരു ആവേശത്തിലാണ്. എങ്ങനെയാണ് റാഫി ഇതിനെ? തീർച്ചയായും നമുക്ക് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇപ്പോൾ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, അതുപോലെ ഫ്രാൻസ്, എല്ലാ സ്ഥലത്തും നമുക്കിപ്പം അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ കട്ടൗട്ടറും അതുപോലെ വേറെ ബാനറും അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ഒരു ആവേശത്തിൽ, എല്ലാവരും ആവേശത്തിലാണ്. അപ്പം നമുക്ക് ഭയങ്കര ആവേശം. ഇപ്പം നമ്മുടെ നാട്ടിലാണ് തൃക്കരിപ്പൂരാണെങ്കിലും എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുന്ന ടീമിൻ്റെ കട്ടൗട്ടറും അതുപോലെ ഫ്ലാഗും ഒക്കെ വെച്ചിട്ടേ ഉള്ളത്. നല്ലൊരു ആവേശത്തിൽ തന്നെയാണ് നമുക്കിപ്പോൾ വേൾഡ് കപ്പ് വരാൻ പോകുന്നുള്ളത്. ഇപ്പോൾ ഇത്തവണ പറയുമ്പോൾ ഏറ്റവും ഒരു പ്രധാനം, ഇപ്പോൾ മെസ്സി ആയിക്കോട്ടെ, നെയ്മർ ആയിക്കോട്ടെ, റൊണാൾഡോ ആയിക്കോട്ടെ, ഒരു പക്ഷേ അവരുടെ അവസാനത്തെ ഒരു മാച്ച് ആയിരിക്കും. അത് എത്രത്തോളം കായിക പ്രേമികൾക്ക് ഈ പ്രാധാന്യമാണ് ഈ ഒരു വേൾഡ് കപ്പ്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഈ വേൾഡ് കപ്പ് ഒരാളും മിസ് ചെയ്യരുത്. നേരിട്ട് പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ടി വിയിൽ എന്തായാലും തീർച്ചയായും കാണാം. ഈ 3 പേരും ഇതിഹാസങ്ങളാണ്. ഈ 3 പേരും ഈ വേൾഡ് കപ്പോട് കൂടി എനിക്ക് തോന്നുന്നു റിട്ടയർമെൻറ്റ് എടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേൾഡ് കപ്പ് മിസ്സായി കഴിഞ്ഞാൽ അത് നമ്മളെ ലൈഫിൽ വലിയൊരു ബിഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 പേരെ മാച്ചും പരമാവധി എല്ലാ മാച്ചും കാണാൻ നോക്കുക. ഇങ്ങനെയുള്ളൊരു വേൾഡ് കപ്പ് നമുക്ക് തന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഈ 3 ആളെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, കേരളത്തിലായാലും വേൾഡിലാണെങ്കിലും നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മെസ്സി, റൊണാൾഡോ, നെയ്മർ. ഇവരെ 3 പേരും ഡിഫറെൻറ്റ് രീതിയിലുള്ള ശൈലിയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മെസ്സിനെയാണ്. അപ്പോൾ മെസ്സിൻ്റെ ഒരു ടാലൻറ്റും കാര്യങ്ങൾക്കും വേറെയാണ് റൊണാൾഡോ, അതുപോലെ നെയ്മർ. അപ്പോൾ ഈ 3 പേര് മാച്ചസും കഴിവിൻ്റെ പരമാവധി എല്ലാവരും ഈ വേൾഡ് കപ്പിൽ നോക്കാം. ശരിയാണ്, ഇതിഹാസങ്ങൾ 3 പേരുണ്ട്, ഒരുപാട് കളിക്കാരും ഉണ്ട്. ആരായിരിക്കും ഇത്തവണ ഈ കപ്പ് തൂക്കുക, ലോക കിരീടം ആർക്ക് നേടും, ആരായിരിക്കും മികച്ച പ്ലെയർ ആവാൻ? അങ്ങനെ റാഫിക്ക് വ്യക്തിപരമായ ആരെയാണ്? തീർച്ചയായിട്ടും ഞാൻ അർജൻറ്റീനയെന്ന് കാണുന്നു. ഞാൻ വെച്ചാൽ ഇന്നലെ രാവിലെ ഞാനൊരു അർജൻറ്റീന ഐസ്ലാൻഡിലെ മാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാച്ച് ഞാൻ ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഫുള്ള് കളിച്ചത് ഒരു 11 പ്ലേയേഴ്സ് കളിച്ചതും യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മളെ അർജൻറ്റീനൻ്റെ. സെക്കൻഡ് ഹാഫാണ് മെസ്സിയും പേട്ടർ അവരെല്ലാം വന്നത്. അപ്പോൾ ഈ ഒരു സ്ക്വാഡും നല്ല സ്ക്വാഡാണ്. അതുപോലെ എല്ലാ ടീമും അതേപോലെ നല്ല സ്ക്വാഡുണ്ട്. ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ, ഫ്രാൻസ് ആണെങ്കിൽ, ബ്രസീലാണെങ്കിൽ, പോർച്ചുഗലാണെങ്കിൽ എല്ലാവർക്കും നല്ല സ്ക്വാഡുണ്ട്. ഇവർ തമ്മിലുള്ള മാച്ചസ് വരുന്ന അന്നത്തെ ദിവസം ആരായിരിക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഗോളാക്കുന്നത്, ആ ടീമായിരിക്കും വിചാരിക്കുക. അപ്പം നമ്മളിപ്പോൾ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്ത് അന്നൊന്നും കളിച്ചിട്ടില്ല, അർജൻറ്റീന തോറ്റതിൻ്റെ വീണ്ടും നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല. അന്നത്തെ മാച്ചസ് ക്രൂഷ്യലാണെങ്കിൽ അന്നത്തെ മാച്ച് നമ്മൾ ഡു ഓർ ഡൈ എന്നുള്ള രീതിയിൽ കളിച്ച് ജയിച്ചു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചാണ്. നമുക്ക് ഇന്ന ആൾ ജയിക്കും. നമുക്ക് എൻ്റെ ഒരു മനസ്സിൽ മീൻസ് അർജൻറ്റീന കുറച്ചും കൂടി ബെറ്ററാണ്. ഈ മെസ്സി പിന്നെ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ടീമിന് ഭയങ്കര പേടിയാകും. അപ്പോൾ ആ ഒരു രീതി മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷവും അർജൻറ്റീന തന്നെ കൊണ്ടുപോകാൻ ചാൻസ്. മറ്റേ രാജ്യങ്ങൾ ഈ കളിക്കാർക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നു, അവർക്ക് പാരിതോഷികം കൊടുക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഈ ഇന്ത്യയിൽ വരുമ്പോൾ കളിക്കാർക്ക് വേണ്ട പ്രോത്സാഹനം അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെ അത്തരം സാധ്യതകൾ നമുക്ക് ഇന്ത്യയിൽ നൽകുന്നുണ്ട്? എന്താണ്? തീർച്ചയായും നമുക്ക് ഇന്ത്യയിൽ ഫുട്ബോൾ പ്ലെയേഴ്സിന് ഒരുപാട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ജോലിയുണ്ട്. കുറച്ച് പേർക്കേ ജോലി കിട്ടാത്തുള്ളൂ. ഈവൻ എനിക്കായാലും ഹെൽത്തിലാണ് ജോലി. പക്ഷേങ്കിൽ ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഞാൻ മാച്ചസ് വന്നപ്പോൾ പോയതാണ്. അപ്പോൾ എന്നെ ടെർമിനേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ സംഭവം ഒന്നുമില്ല. അപ്പോൾ അവർ കഴിയുന്നതോളം എല്ലാ പ്ലേയേഴ്സിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രതീക്ഷയുണ്ട്. അപ്പം ഈ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു, എൻ്റെ അനിയന് സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ട് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അതുപോലെ ഇല്ല പ്ലേയേഴ്സ് ഒരുപാട് സന്തോഷ് ട്രോഫി കളിച്ചുകൊണ്ടില്ല, അതുപോലെ യൂണിവേഴ്സിറ്റി കളിച്ചവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇത് നോക്കുന്നുണ്ട്. ഫുട്ബോൾ പ്ലേയേഴ്സിന് ഏകദേശം ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പം
ഇതൊരു നമുക്ക് ഇപ്പം മറ്റേ ഗവൺമെൻറ് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പഠിച്ച് അവർക്ക് ഇപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടില്ല. നമ്മൾ ഫുട്ബോൾ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഗവൺമെൻറ് ജോലി കിട്ടിയത്. അപ്പം ഇത് നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് നമ്മളെ കരിയറിൽ. എന്തായാലും മെസ്സി ആയാലും റൊണാൾഡോ ആയാലും ഇത്തരത്തിലുള്ള ഏറെ ആരാധകരുള്ള കളിക്കാറുള്ള ഒരു അവസാനത്തെ മാച്ചായിരിക്കുമെന്നാണ് മുഹമ്മദ് റാഫി ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെയൊക്കെയാണ് ഈ ഫുട്ബോൾ പരമാവധി കാണാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ സാധ്യത അത് ഇനി ഏതായാലും എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും നമുക്ക് ഇതിൽ നിന്നും പറയാൻ സാധിക്കുന്നില്ല. തൃക്കരിപ്പൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.